അസ്സലാമലൈക്കും. എന്തുണ്ട് എല്ലാവർക്കും സുഖല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ മാൾ ഓഫ് ഒമാനിൽ സ്നോയിൽ പോയ സ്റ്റാറ്റസ് ഇട്ട ടൈമിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, നല്ല എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ടിന് ഉണ്ടോ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്, ഒരുപാട് ആൾക്കാർ ഒരുപാട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഷാഅള്ളാ, എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായത് ട്ടോ. നല്ല എമൗണ്ട് ഉണ്ട്, പക്ഷെ എമൗണ്ടിനനുസരിച്ചിട്ട് നമ്മൾ കൊടുത്ത ഈ ഒരു എമൗണ്ടിന് അനുസരിച്ചിട്ട് അടിപൊളിയാണ്. കാരണം ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇത് വരുന്നത് മസ്കറ്റിലെ മാൾ ഓഫ് ഒമാനിലാണ് ട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ മാൾ ഓഫ് ഒമാനിൽ പോകുമ്പോൾ കയറുന്ന സെക്ഷനിൽ തന്നെ ഇതിന്റെ ഒരു ഭാഗം കാണാൻ പറ്റും. കണ്ട് ജസ്റ്റ് വരുത്തേ ഉള്ളൂ, ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ പല തരത്തിലുള്ള റേറ്റ് ഇതുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് 13 റിയാൽ, ഒമാൻ റിയാൽ 13 റിയാലാണ്. പക്ഷെ അതിൽ ഫുഡും കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് അല്ല. പിന്നെ നമ്മൾ എടുത്തത് 20 റിയാലിന്റെ പാക്കേജ് ആണ്. അതിൽ ഫുള്ളും ഫുഡും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒമാൻ ടെല്ലിൽ ആപ്പ് യൂസ് ആക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ അവർ നമ്മുടെ എല്ലാം കയ്യിൽ ഒരു വാച്ച് പോലെയുള്ള ഒരു ഐറ്റംസ് കെട്ടിത്തരുന്നുണ്ട്. അതിലൊരു സ്കാനർ കോഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഓരോ ഐറ്റംസിലേക്ക് കയറുന്നതും നമുക്ക് ഫുഡ് കിട്ടുന്നതും എല്ലാം ഈ ഒരു സ്കാനർ വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ 6 ആൾക്കാരാണുള്ളത്, 2 കുട്ടികളും പിന്നെ നമ്മൾ 4 ആൾക്കാരും. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ സെയിം ടിക്കറ്റ് ആണ് കേട്ടോ. അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, എല്ലാവർക്കും സെയിം ടിക്കറ്റ് ആണ്. പിന്നെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്തൊക്കെയോ പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 5 ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര ഡിസ്കൗണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഫുഡിന്റെ ആ സെക്ഷനാണ് കേട്ടോ. അടിപൊളിയാണ് മാഷാഅള്ളാ. ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ ചൂട് കൈയൊക്കെ ഒന്ന് ചൂടാക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. നമ്മൾ അത്യാവശ്യം നമ്മൾ 2 മണിക്ക് കയറിയിട്ട് രാത്രി 10 മണിയായിന് തിരിച്ചിറങ്ങുന്ന ടൈം. നമുക്ക് 6 ആൾക്കാർക്ക് ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് തണുപ്പ് അത്ര സഹിക്കാനേ പറ്റൂല. അപ്പോൾ ആദ്യം നമ്മൾ 3 ആൾക്കാരെ ഫുഡ് ഇതാക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് 3 ആൾക്കാരെ ഫുഡ് വാങ്ങിച്ചു. അതിൽ ഒരു പിസയും ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ ലെവലാണ്. പിസ്സ ഹട്ട്, ഡൊമിനോസ് ഒക്കെ അതിലും ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള പിസയൊക്കെയാണ് കേട്ടോ. വേറെ ലെവലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പിസയും അതുപോലെ 2 കോഫിയും പിന്നെ ഒരു ചിക്കൻ്റെ ലോട്ടഡ് ഫ്രൈസും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. പിന്നീട് ഇനി ബാക്കി 3 ഐറ്റംസ് ലാസ്റ്റ് പോകുന്ന ടൈം കഴിക്കാന്നുള്ള രീതിയിലായി. പിസയ്ക്ക് 6 ആൾക്ക് കഴിക്കാൻ അത്യാവശ്യം ഉണ്ട്. 6 പീസ് ഇങ്ങനെ ആയിട്ടാണുള്ളത്. പിന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു എമൗണ്ടിന് എന്തായാലും ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്നും നമ്മളധികം അങ്ങനെ കയറാൻ നിന്നില്ല. അവര് ഹസ്ബൻഡൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ കുട്ടീനെ നോക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അധികം റൈഡിലൊന്നും കയറില്ല. ഈ ഐസ് കാറ്റ് അടിപൊളിയാണ്. അറിയില്ലെങ്കിലും അറിയുന്നതാണ് അറിയുന്നത് പോലെ ചെയ്യലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ ഫസ്റ്റ് ടൈം എല്ലാവരും ഒന്ന് വീണു. പിന്നെ അങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിനി 3 ആൾക്കാർക്കുള്ള ഫുഡും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ 3 ആൾക്കാരുടെ ഫുഡും കൂടി കഴിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫറൊക്കെ വരും കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് തരും. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുത്ത് തരും. അത് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് തരും. അത് വരുന്നത് ഒരു കാർഡാണ്, നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു കാർഡാണ്. ആ കാർഡിന് വരുന്നത് 10 റിയാലാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ലോണം ഫോട്ടോസ് ഉണ്ടാവും. അത് അവർ തന്നെ നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്തിട്ടൊക്കെയാണ് തരുന്നത്. ഫുഡ് നമ്മളിങ്ങനെ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. ഭയങ്കര ചൂടുള്ള ഭക്ഷണമായിരുന്നു. പക്ഷെ ഈ തണുപ്പത്ത് കിട്ടുമ്പോൾ അതെല്ലാം എന്താ പറയുക, ഒരു ചൂടില്ലാത്ത ഒരു ഫീലല്ലേ. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ കുട്ടികളെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ നമുക്ക് എല്ലാ മോഡലും വെച്ചിട്ട് ചെയ്തു തരും. ഓക്കെ, ഇൻഷാ അള്ളാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.